ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ടെസ്റ്റ് ബൈ മിറാൻഡ. നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന സെഷൻ സെലീനിയത്തിൽ എങ്ങനെ എക്സൽ ഷീറ്റിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാം, അതുപോലെ എക്സൽ ഷീറ്റിലോട്ട് എങ്ങനെ ഡാറ്റ റൈറ്റ് ചെയ്യാം എന്നാണ്. അതിന് അപ്പാച്ചെ POI പ്രൊവൈഡ്സിന്റെ ചില ക്ലാസ്സസ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ചില സാമ്പിൾ പ്രോഗ്രാം വെച്ചാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണുമെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഇത് കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ സ്വയം ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അല്ല നിങ്ങൾ ചുമ്മാ ഇങ്ങനെ വീഡിയോസ് കണ്ടു പോയി, അല്ലെങ്കിൽ നിങ്ങൾ കുറെ തിയറീസ് വായിച്ച് പോയി യാതൊരു യൂസ് ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ഞാൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ തന്നെ ചെയ്തു നോക്കുക ആദ്യം, പിന്നീട് വേറൊരു ആപ്ലിക്കേഷൻ എടുക്കുക. ഇപ്പൊ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇല്ല നെറ്റിനകത്തൊക്കെ, അതുകൂട്ടൊക്കെ എടുത്തിട്ട് സ്വയം ട്രൈ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എറേഴ്സ് വരും. അപ്പൊ നിങ്ങൾ തന്നെ ഓരോരോ സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക അത് എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ പൈത്തൺ ആൻഡ് ജാങ്കോ ക്ലാസ്സസ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പൈത്തണും ജാങ്കോയ്ക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ള, ഈവൻ ഇന്ത്യയിലായാലും ഇന്റർനാഷണൽ മാർക്കറ്റിലായാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ലാംഗ്വേജസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതിപ്പോൾ ടെസ്റ്റിംഗ് മാത്രമല്ല, ഈവൻ മറ്റ് പ്രൊഫൈൽസിലായാലും ഡെവലപ്പർ ആയിട്ടും ഡാറ്റാ സയൻസ് ആയിട്ടും അങ്ങനത്തെ ഒരുപാട് ഡിഫറെന്റ് പ്രൊഫൈൽസ് ഇല്ലേ. അപ്പൊ അതിനകത്തെല്ലാം നമുക്ക് ഈ പൈത്തൺ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എക്സൽ ഷീറ്റിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനും അതുപോലെ എക്സൽ ഷീറ്റിലോട്ട് നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാനുമായിട്ടും നമ്മളിന്ന് ഓട്ടോമേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ജിമെയിലിൽ സൈനപ്പ് പേജ് ആണ്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ജിമെയിലിൽ സൈനപ്പ് പേജ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫീൽഡ്സ് കാണാം. ലൈക്ക് ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. പിന്നെ നമ്മൾ ഈ നെക്സ്റ്റ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഓപ്പറേഷൻ. ദെൻ നമ്മൾ ഈ നെക്സ്റ്റ് ബട്ടൺ, ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഡാറ്റ കംപ്ലീറ്റ് കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ വരുന്നൊരു പേജ് എന്ന് പറഞ്ഞാൽ വെരിഫൈ യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഉള്ള ഒരു പേജ്, വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉള്ള ഒരു നെക്സ്റ്റ് പേജ് ആണ് വരുന്നത്. അപ്പം അതായത് നമ്മൾ നെക്സ്റ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് ആ നെക്സ്റ്റ് പേജിലോട്ട് മൂവ് ചെയ്ത് അവിടെ അങ്ങനെ ടെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? നമ്മൾ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ സൈനപ്പ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൽ വേറെ പോപ്പപ്പ് മെസ്സേജോ അല്ലെങ്കിൽ സക്സസ് ആയിട്ടൊരു മെസ്സേജ് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആകപ്പാടെ ഒന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് പേജിൽ ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ടോ അതൊന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടാണ് ലോഗിൻ ചെയ്തേ ഇല്ല എന്നുള്ളത്. ഇനി ഇൻ കേസ് നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് മൂവ് ആയിട്ടില്ല, ആ ടെക്സ്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? നമ്മൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ദാറ്റ് മീൻസ് എന്തോ ഒരു ഇഷ്യൂ ഈ പേജ് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ കൊടുത്ത ഫീൽഡ്സ് എന്തെങ്കിലും എറേഴ്സ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. ജിമെയിൽ ടെസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് എടുത്താൽ കാണാൻ പറ്റും. ഇതൊരു എക്സൽ SX ഷീറ്റാണ്. ഓക്കെ, ദെൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഷീറ്റിൽ ഞാൻ ഇത്രയും ഡാറ്റയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, പാസ്വേഡ് ആൻഡ് സ്റ്റാറ്റസ്. അതിൽ സ്റ്റാറ്റസിൻ്റെ ഈ 2 വാല്യൂസ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ്. നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്യാം. ഇപ്പം ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഓരോ തവണ ഈ ഒരു പേജിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് നെയിം എടുക്കുന്നത് ലിലി എന്നുള്ളത് എടുക്കും, നെക്സ്റ്റ് നെയിം എടുക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ് നെയിം ആണല്ലോ. സോ ലാസ്റ്റ് നെയിം എന്താ എടുക്കുക? കൂപ്പർ എന്നുള്ളത് എടുക്കും. പിന്നെ യൂസർ നെയിം ലില്ലി 10 എന്ന് കൊടുക്കും, പാസ്വേഡ് ലില്ലി 123 എന്ന് കൊടുക്കും, കൺഫേം പാസ്വേഡ് സെയിം ഈ ലില്ലി 123 എന്നുള്ള പാസ്വേഡ് തന്നെ കൊടുക്കും. ദെൻ അത് ഓട്ടോമാറ്റിക് ചെയ്യും. ദെൻ ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ബട്ടൺ. എന്താ വെരിഫൈ ആണ് നെക്സ്റ്റ് പേജിലോട്ട് മൂവ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് സക്സസ്ഫുൾ ആയിട്ട് ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ അത് പാസ് എന്ന് ഈ സ്റ്റാറ്റസ് എന്നുള്ള ഈ ഒരു കറക്റ്റ് ആളി റോയിൽ ഈ ഒരു കോളത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്യും. ഇനി ഇൻ കേസ് നെക്സ്റ്റ് പേജിലോട്ട് മൂവ് ആയിട്ടില്ലെങ്കിൽ, അതായത് ഫെയിലായി നമ്മുടെ ടെസ്റ്റ് കേസ് അല്ലേ, സോ അത് ഫെയിൽ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു എക്സൽ ഷീറ്റിലോട്ട് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ആഫ്റ്റർ എക്സിക്യൂഷൻ നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഓരോ ടെസ്റ്റ് കേസും ഫെയിലാണോ പാസ്സാണോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ എക്സൽ ഷീറ്റിലെ ഈ ഒരു ഷീറ്റിന് ഞാൻ സൈനപ്പ് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോഡിലോട്ട് വരാം. ഇതാണ് കോഡ്. അപ്പോൾ നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇത്തരം പാക്കേജസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്യുക. ദെൻ ഞാനിവിടെ ഒറ്റ സിംഗിൾ ക്ലാസ്സിലാണ് ഈ കംപ്ലീറ്റ് കോഡ് കൊടുക്കുന്നത്.
ഇത് നമുക്ക് കാണാം. ഇവിടെ ഈ സെറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രോം ഡ്രൈവറിൻ്റെ പാത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഒരു ഫയൽ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ഫയലിൽ നിന്ന് തന്നെയാണ് പേര് കൊടുത്തേക്കുന്നത്. അവിടെ നമ്മൾ ആ എക്സൽ ഷീറ്റില്ല, ജിമെയിലിൻ്റെ ടെസ്റ്റ് ഡേറ്റ എന്ന് കൊടുത്തേക്കുന്ന ആ ഒരു എക്സൽ ഷീറ്റിൻ്റെ കംപ്ലീറ്റ് പാത്ത് ഇൻക്ലൂഡിങ് എക്സ്റ്റൻഷൻ XLSX എന്നുള്ള എക്സ്റ്റൻഷൻ കൂടി ചേർത്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, തെറ്റിപ്പോവരുത്, അല്ലെങ്കിൽ നമുക്ക് ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഫയലിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ, അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫയൽ ഇൻപുട്ട് സ്ട്രീമിനെ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഇൻപുട്ട് സ്ട്രീമിൻ്റെ ഒബ്ജക്റ്റിനെ നെയിം ഇൻപുട്ട് സ്ട്രീം എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ സിൻടാക്സ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ കോമൺ ജാവ കോഡാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് XSF വർക്ക് ബുക്കിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ് XSF വർക്ക് ബുക്ക്. നമുക്ക് ചില കോഡ് കാണുമ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം XSF വർക്ക് ബുക്ക്, അതുപോലെ HSSF വർക്ക് ബുക്ക്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ബുക്ക് അല്ലെങ്കിൽ വർക്ക് ഷീറ്റ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന XSF വർക്ക് ബുക്കാണ്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ XSF വർക്ക് ബുക്കാണ്. അതെന്ന് പറഞ്ഞാൽ അപ്പാച്ചെ POI പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഈ XSF വർക്ക് ബുക്ക്. അതായത് നമുക്ക് എക്സൽ ഷീറ്റ്, വേർഡ് ഇങ്ങനെയുള്ള മൈക്രോസോഫ്റ്റ് ഫയൽസിൽ ഡോക്യുമെന്റ്സിൽ ഡാറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള അപ്പാച്ചെ POI പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് XSF വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആദ്യം ആ വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. നമ്മളിവിടെ ചെയ്യുകയാണ്. അതിൻ്റെ ഒബ്ജക്റ്റിനെ WB എന്നാണ് കൊടുത്തേക്കുന്നത്. ദെൻ അങ്ങോട്ട് നമ്മൾ ഇൻപുട്ട് സ്ട്രീം എന്നുള്ള തൊട്ട് മുകളിലത്തെ ഒബ്ജക്റ്റിനെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നു, റെഫർ ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ഷീറ്റ് XSF വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് XSF ഷീറ്റിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഈ 32nd ലൈൻ നടക്കുന്നത്. XSF ഷീറ്റ് എന്നാണ് ഒബ്ജക്റ്റിനെ കൊടുത്തേക്കുന്നത്. അവിടെ എന്താ, ഈ വർക്ക് ബുക്കിന്റെ ഒബ്ജക്റ്റ് WB ഇല്ല, WB ഡോട്ട് ഗെറ്റ് ഷീറ്റ്, ദെൻ ഇൻസൈഡ് ബ്രാക്കറ്റ് ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ കൊടുക്കുക ഏതാണ് ആ ഷീറ്റ് നെയിം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ എക്സൽ ഷീറ്റിലെ ഈ ഷീറ്റ് പറ്റി ഞങ്ങൾ മൗസ് മൂവ് ചെയ്യുന്ന കണ്ടില്ല താഴെ, അതിൻ്റെ പേര് ഞാൻ സൈൻ അപ്പ് എന്നാണ് കൊടുത്തേക്കുന്നത്. സോ സെയിം സ്പെല്ലിങ് നിങ്ങൾ ഇൻക സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൊടുക്കണം. ക്യാപിറ്റൽ ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റേഴ്സ് ആണ് സ്മോൾ ലെറ്റേഴ്സ്, അതേ സ്പെല്ലിങ് നമ്മൾ ഇവിടെ കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എറർ അടിക്കും. കാരണം അങ്ങനെ ഒരു ഷീറ്റ് അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എറർ വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ഷീറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ആ ഷീറ്റിലെ എത്ര ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഉണ്ട്, അത് എത്ര ടോട്ടൽ നമ്പർ ഓഫ് റോസിൽ വാല്യൂസ് വരുന്നുണ്ട്, അതൊന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് നമ്മൾ റോ കൗണ്ട് എന്ന് പറയുന്നൊരു ഇൻറ്റിജർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് നമ്മുടെ ഷീറ്റ് ഡോട്ട് ഗെറ്റ് ലാസ്റ്റ് റോ നമ്പർ. ഈ ഗെറ്റ് ലാസ്റ്റ് റോ നം എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീറ്റിലെ ലാസ്റ്റ് റോ നമ്പർ എത്രയാണോ അത് വരുന്നതായിരിക്കും. ഓക്കെ, അത് മൈനസ് ഷീറ്റ് ഡോട്ട് ഗെറ്റ് ഫസ്റ്റ് റോ നം, അതായത് ഫസ്റ്റ് റോ നം കുറയ്ക്കുവാണ്. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 റോസ് നമ്മുടെ ആ ഒരു ഷീറ്റിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ലാസ്റ്റ് റോ വരുന്ന 4 ആയിരിക്കും അല്ലേ. സോ അത് മൈനസ് ഫസ്റ്റത്തെ സബ്ട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് റോസ് കിട്ടും. അതിനെ അവിടെ സ്റ്റോർ ചെയ്യും. റോ കൗണ്ട് എന്നുള്ള ഈ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഒരു വർഷത്തേക്ക് റോ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. സോ 0th റോ, ദെൻ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ആ ഒരു വാല്യൂ ടോട്ടൽ നമ്പർ ഓഫ് റോസ് എവിടെ സ്റ്റോർ ചെയ്യുന്നു, റോ കൗണ്ട് സ്റ്റോർ ചെയ്യുന്നു. അടുത്ത് നമുക്ക് നമ്മുടെ വെബ് ഡ്രൈവറിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ഡ്രൈവർ എന്നാണ് പേര്. പിന്നെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിനെ ലോഞ്ച് ചെയ്യുകയാണ്. അതായത് നമ്മൾ ജിമെയിലിൽ സൈനപ്പ് പേജ്. പിന്നെ നമ്മൾ ചെയ്യുന്നു നമ്മുടെ ആ വെബ് പേജിലെ ഓരോ ഫീൽഡ്സ് ലൈക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അങ്ങനെയുള്ള ഓരോ ഫീൽഡ്സിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു യൂസിങ് ID, നെയിം, എക്സ്പാത്ത്, ഇങ്ങനെയുള്ള ലൊക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ആ ഓരോ ഫീൽഡിനെ ലൊക്കേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ ഒരു വെബ് എലമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ ഇത്? അത് നമ്മൾ എല്ലാ എലമെന്റിനെയും കൊടുത്തത് ഇൻക്ലൂഡിങ് സബ്മിറ്റ് ബട്ടൺ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എക്സൽ ഷീറ്റിലെ ഓരോ റോയിൽ കൂടെയും നമ്മളിപ്പോൾ എക്സലിൽ ഇപ്പോൾ 2 റോയിൽ ഡാറ്റ കൊടുത്തേക്കുന്നത്, ആ 2 റോയിൽ കൂടെയും ട്രാവൽ ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോ ഡാറ്റ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു വെബ് പേജിൽ ഓരോ കറക്റ്റ് ആയിട്ടുള്ള ഫീൽഡിൽ ഇൻസേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സെൻഡ് കീസ് കൊടുത്ത് റൈറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ ലൂപ്പാണ്. ഓക്കെ, സോ ഫോർ ലൂപ്പ് വരുന്നു. അപ്പം ഇത് എത്ര ടൈംസ് എക്സിക്യൂട്ട് ആവും? നമ്മുടെ ഈ കേസിൽ 2 ടൈംസ്. കാരണം 2 പേരുടെ യൂസർ നെയിം അല്ലെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമാണ് കൊടുത്തേക്കുന്നത് അല്ലേ. സോ 2 പേരുടെ ഡാറ്റയാണ്. സോ 2 ടൈംസ് നമുക്ക് ഇത് എക്സിക്യൂട്ട് ആക്കിയാൽ മതി. അതാണ് ഈ ഫോർ ലൂപ്പ് കൊടുത്തേക്കുന്നത്. ദെൻ ഫസ്റ്റ് നെയിം ഡോട്ട് സെൻഡ് കീസ്, അതായത് നമ്മുടെ ഫസ്റ്റ് നെയിം എന്നുള്ള ആ ഒരു ഫീൽഡിലോട്ട് ആ എക്സൽ ഷീറ്റിൽ നിന്ന് എടുത്ത ഷീറ്റ് ഡോട്ട് ഗെറ്റ് റോ ഓഫ് I, ദാറ്റ് മീൻസ് ഫസ്റ്റ് റോയിലെ ഗെറ്റ് സെൽ ഓഫ് 0, ദാറ്റ് മീൻസ് ഫസ്റ്റ് കോളത്തിലെ
ഗെറ്റ് സ്ട്രിങ് സെൽ വാല്യൂ എന്നുവെച്ചാൽ അതൊരു മെത്തേഡാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിലെ ആ പർട്ടിക്കുലർ സെല്ലിലെ അതായത് നമ്മൾ കൊടുത്ത സ്പെസിഫൈഡ് റോ ആൻഡ് കോളം അതിൽ വരുന്ന ആ വാല്യൂ എടുക്കുന്നു. നമ്മുടെ ഈ ഒരു കേസിൽ ഫസ്റ്റ് ടൈം ഇത് എക്സിക്യൂട്ട് ആകുമ്പോൾ എടുക്കുന്ന ഏത് വാല്യൂ ആയിരിക്കും? ലില്ലി എന്നുള്ള ഈ ഒരു വാല്യൂ ആയിരിക്കും അത് എടുക്കുക. അതെടുക്കുന്നു. പിന്നെ ലാസ്റ്റ് നെയിമിൽ നിന്നുള്ള ആ ഒരു വെബ് എലമെന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യില്ല വെബ് പേജിലെ, അതിലോട്ട് ഏത് വാല്യൂ കൊടുക്കുന്നത്? ആ ഷീറ്റിലെ നെക്സ്റ്റ് സെയിം റോയിലെ നെക്സ്റ്റ് സെല്ല്, അപ്പോൾ ഗെറ്റ് സെൽ ഓഫ് 1 എന്ന് കൊടുക്കുന്നു. അതിൽ നിന്ന് വാല്യൂ എടുക്കുന്നു. അങ്ങനെ നമുക്ക് എത്ര റോസ് ആൻഡ് കോളംസ് വേണം അതെല്ലാം നമ്മളിവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ കൺഫേം പാസ്വേഡിലോട്ട് വാല്യൂ കൊടുക്കുന്നില്ല. കാരണം വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് നെക്സ്റ്റ് പേജിലോട്ട് പോയത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിനി വീണ്ടും ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ജസ്റ്റ് ആ കൺഫേം പാസ്വേഡിലോട്ട് വാല്യൂ കൊടുക്കുന്നില്ല. അത് കമന്റ് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ കൺഫേം പാസ്വേഡ് എന്നുള്ള ഇവിടെ വാല്യൂ എൻ്റർ ആയിട്ട് കറക്റ്റായിട്ട് എല്ലാ വാല്യൂസും വരും. ദെൻ നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യുന്ന ഈ കോഡിൽ നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നില്ല. ആ പേജിൽ തന്നെ നിൽക്കുന്നത് നമുക്ക് ഫെയിൽ എന്നുള്ള ടെസ്റ്റ് കേസാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ആ സബ്മിറ്റ് ബട്ടൺ, അത് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ ഒരു ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൊടുത്തിട്ട് 20 സെക്കൻഡ്സ് ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സസ് ഓഫ് സെൽ നമ്മളൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഏതാണ്? നമ്മളിവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട് സ്റ്റാറ്റസിന്റെ. അപ്പൊ ഈ ഓരോ തവണ ഈ ഒരു ഇവിടെ റോ വരുന്നില്ലേ, ഈ റോ അങ്ങോട്ട് വാല്യൂസ് നമുക്ക് ഇൻസേർട്ട് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു സെല്ല് ക്രിയേറ്റ് ആണ്, ഇവിടെ ഒരു സെല്ല് ക്രിയേറ്റ് ആണ്. അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു സെല്ല് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് എക്സസ് ഓഫ് സെല്ലിന്റെ. അതിനായിട്ട് നമ്മൾ ഷീറ്റ് ഡോട്ട് ഗെറ്റ് റോ ഓഫ് ഐ ക്രിയേറ്റ് സെൽ ഓഫ് 4 ഫോർത്ത് കോളത്തിൽ. ഫോർത്ത് കോളം എന്ന് പറയുമ്പോൾ 0 1 2 3 4 കണ്ടോ, ഫോർത്ത് കോളം ആ ഒരു കോളത്തിലോട്ടായിരിക്കും ആ ഒരു സെല്ല് ക്രിയേറ്റ് ആവുക. ദെൻ നമ്മൾ വെരിഫൈ ചെയ്യാണ്. ഇഫ് ഡ്രൈവർ ഡോട്ട് ഗെറ്റ് പേജ് സോഴ്സ് ഡോട്ട് കണ്ടെയ്ൻസ് വെരിഫൈ യുവർ ഫോൺ നമ്പർ. അതായത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് പേജിലോട്ട് പോയിട്ട് അവിടെ വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്നൊരു ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ കറക്റ്റായിട്ട് സൈനപ്പ് ആയിട്ടുണ്ട്. സോ ആ ഒരു സെല്ലിൽ എന്ത് ചെയ്യും? പാസ് എന്ന് അത് സെറ്റ് ചെയ്യും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? സെറ്റ് സെൽ വാല്യൂ. അത് കൊടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുവാണ് പാസ് എന്നൊരു സ്ട്രിങ് വാല്യൂവിനെ. ഇനി അല്ല എന്നുണ്ടെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ആയി ഫെയിൽ എന്നായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ഫയൽ ഔട്ട്പുട്ട് സ്ട്രിങ് കൊടുത്തിട്ട് നമ്മളിപ്പം ഈ ക്രിയേറ്റ് ചെയ്ത ഡാറ്റയെ നമ്മൾ റൈറ്റ് ചെയ്യണം. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ റീഡ് ചെയ്യാൻ നേരത്തെ ഏതാ യൂസ് ചെയ്യുന്നത്? ഫയൽ ഇൻപുട്ട് സ്ട്രീമും. റൈറ്റ് ചെയ്യാൻ നേരത്താണ് യൂസ് ചെയ്യുന്നത് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമുമാണ്. പിന്നെ നമ്മൾ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റേനെ എക്സൽ ഷീറ്റിലോട്ട് റൈറ്റ് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ഈ ഒരു ലൈൻ ഓഫ് കോഡ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് നെയിം ഔട്ട്പുട്ട് സ്ട്രീം എന്നാണ്. സെയിം എക്സൽ ഷീറ്റ് പാത്ത് തന്നെ അത് കൊടുക്കുക. പിന്നെ നമ്മൾ റൈറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഔട്ട്പുട്ട് സ്ട്രീമിനെ അങ്ങോട്ട് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത വാല്യൂസ് എല്ലാം അങ്ങോട്ട് റൈറ്റ് ആകപ്പെടുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു വെയിറ്റ് ടൈം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇംപ്ലിസിറ്റ് വെയിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അത് വേണമെങ്കിൽ കൊടുക്കാൻ ഞാൻ ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ വേറെ കുറച്ച് കമാൻഡ്സ് കൊടുത്തില്ല. ക്ലിയർ മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ആളുടെ ലില്ലി എന്നുള്ള ആളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം യൂസർ നെയിം ഒക്കെ എൻ്റർ ആകും. ദെൻ നെക്സ്റ്റ് ടൈം വീണ്ടും വരുമ്പോൾ നെക്സ്റ്റ് ആളുടെ വരത്തില്ലേ. അപ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയർ മെത്തേഡ് കൊടുത്തില്ലെങ്കിൽ വീണ്ടും ഫസ്റ്റ് ആളുടെ അവിടെ കിടക്കും. വീണ്ടും അതിനോട് ജോയിൻ ആയിട്ട് അടുത്ത ആളുടെ പേര് വരും. അങ്ങനെ പോകും. നമുക്ക് അങ്ങനെ അല്ല വേണ്ടത്. ഓരോ തവണ ഓരോ ആളുടെ പോയിട്ട് അത് ക്ലിയർ ആയിട്ട് വേണം അടുത്ത ആളുടെ ഡാറ്റ അങ്ങോട്ട് വരാനായിട്ട്. സോ അതിനായിട്ട് ഞാൻ ക്ലിയർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിനോട് WB ക്ലോസ് കൊടുത്തത് നമ്മുടെ വർക്ക് ബുക്കില്ലേ അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓപ്പറേഷൻസ് കഴിയുമ്പോൾ. ഇതാണ് നമ്മുടെ കോഡ്. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഡാറ്റ എൻ്റർ ആയിട്ടുണ്ട്. എല്ലാ ഡാറ്റയും വന്നു. ഇപ്പോൾ ഇവിടെ ഡാറ്റ ഇപ്പോൾ കാണാത്തതിന് കാരണം എന്നാ അതിവിടെ നമ്മൾ ലാസ്റ്റ് ക്ലിയർ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് വരാതിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഫെയിൽ വന്നിട്ടുണ്ട്. കാരണം എന്താ, നമ്മൾ കറക്റ്റായിട്ട് അല്ല ഡാറ്റ കൊടുത്തേക്കുന്നത്. കാരണം ഞാൻ കൺഫേം പാസ്വേഡ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ കൊടുത്ത യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്ന് വരുന്നത്. അങ്ങനെ 2 എറേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാൻ പറ്റാഞ്ഞത്. നെക്സ്റ്റ് പേജിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ദാറ്റ് മീൻസ് നമ്മൾ ടെസ്റ്റ് കേസ് ഫെയിൽ ആയി. ആ 2 സ്റ്റാറ്റസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സെലീനിയത്തിൽ ടെസ്റ്റ് എഞ്ചിൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പച്ച POI യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡാറ്റ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ കോഡെല്ലാവരും ട്രൈ നോക്കാം. ഒരു ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സിലൊക്കെ ഈ സെയിം കോഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ മനസ്സിലാകും.